ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു ദിവസത്തിൽ നമ്മൾ ഇന്ന് ആയിരിക്കുക. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചില ആൾക്കാർ പറയുന്നത് ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളും നല്ലതല്ല, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നല്ലതല്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വ്യാഴാഴ്ച നല്ലതാണ്, ബുധനാഴ്ച നല്ലതെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ എനിക്ക് എൻ്റെ ചിന്തയിലേക്ക് ഞാൻ വരുമ്പോഴത്തേന് കാണുന്നത് ഈ ദിവസങ്ങളൊക്കെ ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം ഉണ്ടാക്കിയതായതുകൊണ്ട് എല്ലാം നല്ലതാണ്. അതാണ് സത്യം. ദൈവം എന്തെല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചോ അത് മുഴുവനും നല്ലതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആദ്യം സൃഷ്ടിയെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം. അവിടെ പറയുന്നത് സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ പറയുകയാണ് ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് ദൈവം കണ്ടു. അപ്പം നമ്മുടെ മനസ്സിൽ നാം വിചാരിക്കേണ്ടത് നല്ലത് എന്നൊരു കാഴ്ച നമുക്കുണ്ടാകും. നല്ലതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും നല്ലത് കാണുവാനായിട്ട് കഴിയും. ഞാൻ തിന്മയെപ്പറ്റിയോ തെറ്റുകളെ പറ്റിയോ അല്ല പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ഒത്തിരി നന്മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കണം, ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് നാം വിശ്വസിക്കണം. ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് നാം നമ്മെപ്പറ്റി തന്നെ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് നല്ല മനുഷ്യനായിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ദൈവം എനിക്ക് നൽകിയതെല്ലാം നല്ലതാണ് എന്ന് പോസിറ്റീവായിട്ട് കാണുകയും വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം. മൂന്നാമതായിട്ട്, എൻ്റെ ചുറ്റുപാടുമുള്ളവരൊക്കെ നല്ലവരാണെന്ന് കാണും. തെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മോശം ആൾക്കാരുണ്ട്, ദുഷ്ടന്മാരായ ആൾക്കാരുണ്ട്, ഇവരൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റും. നമ്മുടെ ശത്രുക്കളൊക്കെ ഉണ്ട്, നമുക്ക് ദോഷം ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ അതുപോലെ നമുക്ക് മറ്റുള്ളവരെ കാണുവാൻ കഴിയത്തുള്ളൂ. സദൃശവാക്യത്തിലൊരു വാക്യമുണ്ട്, ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ വിചാരിക്കുന്ന പോലെ. നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്കുള്ളതെല്ലാം നല്ലതാണ് എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷമുണ്ടാകും. ഇനിയും നിങ്ങൾക്ക് ശത്രു ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ടെന്നിരിക്കട്ടെ, അവരോട് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? അവിടെയാണ് വാസ്തവത്തിൽ യേശുക്രിസ്തു പറഞ്ഞ വാക്യം, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിക്കും, നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവർക്ക് നന്മ ചെയ്യും, ആരെയും ശാസിക്കാതെ ആരോടും ഭീഷണി പറയാതെ അവരെ അനുഗ്രഹിപ്പീൻ. അപ്പം അനുഗ്രഹിക്കുന്ന ഒരു മനസ്സെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മനസ്സാണ്. മറ്റുള്ളവരിൽ നന്മ കാണുക. തിന്മയുടെ പുറകെ പോയിട്ട് തിന്മയെ വിമർശിക്കുകയും തിന്മ ചെയ്യുന്നവരോട് കൂടി അവരുടെ രീതി തിന്മ സംസാരിക്കുകയും ചെയ്യുന്നവർക്ക് നന്മയുള്ളിൽ ഒട്ടുമില്ലാത്തവരാണ്. നാം ഒരു വെളിച്ചമാണെന്ന് വിചാരിക്കുക. ആ വെളിച്ചം ഏറ്റവും ശോഭിക്കുന്ന ഇരുട്ടിലാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നല്ലത് കാണുക, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതൊക്കെ നന്മ കാണുക. നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ, പനിയൊക്കെ വരുമ്പോഴത്തേക്കിനും പ്രായമുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പനി വരും നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് നല്ലതാണ്, കാരണം പ്രതിരോധ ശക്തി കൂട്ടും. അപ്പം ഓരോ കാര്യത്തിലും നന്മയുണ്ടെന്നുള്ളതാണ്. ഞാനീ പറയുന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അതുപോലെ സ്വീകരിക്കാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷേ ഒന്ന് പരിശ്രമിച്ചാൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് സന്തോഷിക്കാനും സമാധാനമുള്ളവരായി ജീവിക്കാനും ഒക്കെ നമുക്ക് കഴിയും. മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് നമ്മുടെ അനുഗ്രഹമായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും അനുഗ്രഹം വരിക. നമ്മൾ എന്താണ് വിതയ്ക്കുന്നത് അതാണ് കൊയ്യുന്നത്. മറ്റുള്ളവരെ നാം വിമർശിക്കാൻ പോയാൽ നാമും വിമർശനത്തിന് പാത്രങ്ങളാണ്. മറ്റുള്ളവരെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ നാമും സ്നേഹിക്കപ്പെടും. മറ്റുള്ളവരെ നമ്മൾ ക്ഷമിക്കുന്നുവെങ്കിൽ നാമും ക്ഷമ പ്രാപിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് നാം നന്മ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് നന്മയുണ്ടാകും. അതുകൊണ്ട് ജെന്യുവിനായിട്ട് നല്ലത് കാണുന്ന നല്ല മനസ്സോടുകൂടി ജീവിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സംതൃപ്തിയുള്ള ജീവിതം നയിക്കാൻ പറ്റും. അവിടെ നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ, നമ്മുടെ മനസ്സ് എങ്ങനെയാണോ, അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ പണിയുവാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ എന്താ പറയുന്നത്, അശുദ്ധമായ കാര്യങ്ങളും മോശമായകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. നമ്മൾ വിതയ്ക്കും, നമ്മൾ കൊയ്യും. നമ്മളിന് നിസ്സാരമായി കാണുമായിരിക്കും. അല്ല, സത്യത്തിൽ നാം നന്മയുള്ളവരായിരിക്കുക, നന്മ കാണുക, നന്മ പ്രവൃത്തികൾ ചെയ്യുക, ധാരാളം നന്മകൾ ചെയ്യുക. അപ്പോൾ നമ്മൾ നന്മ നമ്മുടെ ജീവിതത്തിൽ വിതയ്ക്കുക ചെയ്തു. പിന്നീട് ആ നന്മ വിതച്ചതെല്ലാം കൂടെ പിന്നെ നമ്മൾ ഒരുമിച്ച് കൊയ്യും. അതായത് സമൃദ്ധിയോടുകൂടി നന്മ നമുക്ക് കൊയ്യും. അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.